ആഹരിക്കൽ എന്ന പ്രപഞ്ചനിശ്ചയം ഭാഗം 2. ജീവവൈവിധ്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ ദൃശ്യാവസ്ഥയ്ക്കും അവിധമുള്ള പ്രവർത്തനശേഷിക്കും അപ്പുറത്ത് സൂക്ഷ്മമായി നിലകൊള്ളുന്ന അസംഖ്യം ജീവനുകൾക്കുമേൽ തന്റെ ജീവശേഷി അപകടകരമായി പ്രയോഗിക്കാതിരിക്കുന്നതിനുള്ള അറിവായും അങ്ങനെ സംഭവിച്ചാലുണ്ടാവുന്ന ദുരന്തങ്ങളെപ്പറ്റിയുള്ള ബോധമായുമൊക്കെ ആഹരിക്കൽ എന്ന പ്രവർത്തന പദ്ധതിയിലൂടെ ജീവന്റെ വിവേകം വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഭക്ഷിക്കൽ എന്ന പ്രവൃത്തിയിലൂടെ ഒരു ജീവപ്രവർത്തനം ഇല്ലാതാക്കുകയെന്നാൽ അവിധമുള്ള ഊർജത്തിന്റെ പ്രവർത്തനത്തെ ഭൂമിയിൽ നിർത്തലാക്കി തന്നോട് ചേർക്കുക എന്നതാകുന്നതുപോലെ സൂക്ഷ്മാവസ്ഥയിലെ നിക്ഷിപ്താവസ്ഥകളെ ആക്രമണ സ്വഭാവവും ബുദ്ധി വൈഭവവും ഉള്ള ഒരു ജീവന് പിടിച്ചെടുക്കുന്നതിനും അതിന് തക്കവണ്ണമുള്ള തന്റെ സൂക്ഷ്മശേഷിയെ ആക്രമണത്തിന് ഉതകുന്ന വിധത്തിൽ വളർത്തി എടുക്കുന്നതിനും സാധ്യമാവുകയും ചെയ്യുന്നു. സ്ഥൂലത്തിലുള്ള എന്തുതന്നെയും സൂക്ഷ്മത്തിൽ നിലകൊള്ളുന്ന ശേഷി വൈഭവങ്ങളുടെ സാക്ഷാത്കാരങ്ങളും പ്രവർത്തനങ്ങളും മാത്രമാവുമ്പോൾ ആക്രമണവും കീഴടക്കലും ഭക്ഷിക്കലും എന്ന ഭാവങ്ങളെല്ലാം പ്രകൃതിയുടെ കാരണശക്തിയായി തന്നെ നിലനിൽക്കുന്നു എന്ന ബോധ്യത്തിലേക്കാണ് ചെന്നെത്താനാവുന്നത്. ജീവിതാരംഭം മുതൽ തുടങ്ങുന്നതും ജീവിത അവസാനം വരെ തുടരുന്നതുമായ പ്രകൃതിജമായ പ്രേരണയും കരുതി ഉറപ്പിച്ചുള്ള ഒരേയൊരു പ്രവൃത്തിയും എന്ന നിലയിൽ ഭക്ഷിക്കൽ എന്ന പദ്ധതിക്ക് പ്രവൃത്തി എന്ന നിലയിൽ മറ്റെന്തിനേക്കാളും അധിക പ്രാധാന്യം സൂക്ഷ്മതലത്തിൽ തന്നെ ഉണ്ടാവാതിരിക്കാൻ ആവുന്നില്ല. കാലഘട്ടങ്ങളിലൂടെ പരിണമിച്ച് മനുഷ്യനായി പ്രവർത്തിച്ചു നിൽക്കുന്ന ജീവനിലെ ശാന്തതയും വീര്യവും ആക്രമവാസനയും ഒക്കെയായ ഗുണവൈവിധ്യങ്ങളുടെ ഒളിച്ചിരിപ്പിന് പിന്നിൽ സസ്യ-മാംസഭുക്കുകളായി ജീവിച്ചുവന്ന പരിചയത്തിന്റെ ശേഷിയാണ് നല്ലൊരു അളവോളമുള്ളത്. ഇങ്ങനെ എല്ലാറ്റിലും എല്ലാമായിരിക്കുന്ന കർമ്മമായി വിശേഷിപ്പിക്കാവുന്നത് ജീവികളെ സംബന്ധിച്ചിടത്തോളം ആഹരിക്കൽ മാത്രമാണ്. വിവേകത്തിലും അവിവേകത്തിലും ധർമ്മത്തിലും അധർമ്മത്തിലും എന്തിനും എല്ലാറ്റിനും ഊർജമായിരിക്കേണ്ടതും പരമമായ ആശ്രയശക്തിയായി നിൽക്കുന്നതുമായ ആഹാരം എന്നതിനെ മനുഷ്യാവസ്ഥയിലെ തിരിച്ചറിവോളം എത്തി നിൽക്കുമ്പോൾ പ്രപഞ്ചം ഉൽപ്പത്തിയായ ആദിമ പ്രവർത്തനത്തിന്റെ ജീവതരമായ ആവിഷ്കാരമായി തിരിച്ചറിയാൻ മാത്രം കഴിയുന്നു. ജീവൻ നിലനിൽക്കുന്നിടത്തോളം ശരീരം ആന്തരികമായും ബാഹ്യമായും പ്രവർത്തനനിരതമായിരിക്കുന്നതിനാൽ കർമ്മധർമ്മങ്ങളിലേർപ്പെട്ടിരിക്കുന്നതിനാൽ കർമ്മധർമ്മങ്ങൾക്ക് വേണ്ടുന്ന ഊർജമായ ആഹാരത്തിന്റെ സ്വഭാവവും നിലവാരവും എന്താകുന്നുവോ അത് ജീവന്റെ വികാരവും പദ്ധതികളും ശരീരത്തിന്റെ കർമ്മവും തന്നെ ആയിത്തീരുന്നു. കാരണതരമായി ബോധ്യപ്പെട്ടുള്ള പ്രാപഞ്ചിക അവബോധത്തോടെ പ്രവർത്തിക്കാൻ നിയുക്തമായ മനുഷ്യാവസ്ഥയുടെ ലക്ഷ്യങ്ങളെ സ്വാധീനിച്ച് പിന്നോട്ടു നീക്കാൻ കഴിവുള്ള ജീവശേഷിയും സങ്കല്പങ്ങളുമുള്ള ശരീരങ്ങളെ ഭക്ഷണത്തിൽ നിന്ന് വർജിക്കേണ്ടത് ആവശ്യമായി വരുന്നു. മനുഷ്യന്റെ പ്രവർത്തനത്തിന് ഊർജമായിത്തീരുന്ന ജന്തുശരീരങ്ങളുടെ ധർമ്മവും സസ്യശരീരങ്ങളുടെ ധർമ്മവും ജീവസ്വഭാവവും താരതമ്യം ചെയ്ത് കാണേണ്ടതുമുണ്ട്. ഭക്ഷണത്തിന്റെ നിക്ഷിപ്ത യോഗ്യതയ്ക്കനുസരിച്ച് ഈ വിധത്തിൽ മനുഷ്യന്റെ സ്വഭാവ വിശേഷത്തിലും ചിന്തയിലും പ്രവർത്തനത്തിലും കാലപ്പഴക്കം കൊണ്ട് വ്യത്യസ്തതകൾ വന്നുപെടുന്നതിനുള്ള സാധ്യതകളാണ് കാണേണ്ടി വരുന്നത്. സങ്കല്പങ്ങൾ കൊണ്ട് കണ്ടെത്തി സാക്ഷാത്കരിക്കേണ്ടുന്ന നിയുക്താവസ്ഥ ആയതുകൊണ്ട് മനുഷ്യന്റെ കർമ്മധർമ്മങ്ങളായ സകലതിലും കേവലമായ ബുദ്ധിക്കപ്പുറം ചിന്തയാകുന്ന സങ്കല്പം എന്ന ഊർജം അടിസ്ഥാന സ്രോതസ്സായിട്ട് വരുന്നു. സകലതിനെയും ക്രമീകൃതമാക്കുന്ന അടിസ്ഥാന സ്രോതസ്സാവുന്ന സങ്കല്പോർജം ആഹാരത്തെ അത് യഥാർത്ഥത്തിൽ എന്തെല്ലാമായിരിക്കുന്നുവോ അതിൽ നിന്ന് വ്യത്യസ്തമായി സൂക്ഷ്മതലത്തിൽ മറ്റ് പലതുമാക്കി തീർക്കുകയും ചെയ്യുന്നു. ജീവരൂപത്തിൽ എത്തുന്ന ആഹാരം എന്ന ഊർജത്തിലൂടെ വിചാരങ്ങളുടെ ഭാവാന്തരങ്ങളായിത്തീരുന്ന സങ്കല്പം കർമ്മവും പിന്നെ ഫലവുമായി തീർന്ന് ഓരോ അവസ്ഥയ്ക്കും സാഹചര്യത്തിനും അനുസരിച്ച്
മനുഷ്യന്റെ സ്വഭാവവും ബുദ്ധിശക്തിയും ചിന്താശേഷിയും ആവശ്യങ്ങളും പല വിധത്തിലായി പരിണതികൾക്ക് വിധേയമായി തീരുന്നു. ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥയിലെ ആവശ്യങ്ങളും ചിന്താശേഷിയും ലക്ഷ്യബോധവുമായിരിക്കില്ല യഥേഷ്ടം ഭക്ഷിക്കുന്ന അവസ്ഥയിൽ ജീവന് ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെ ആഹരിക്കുന്ന ഊർജത്തിന്റെ സൂക്ഷ്മവിശേഷങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ താൽപ്പര്യങ്ങളിലും സ്വഭാവത്തിലും വ്യതിയാനങ്ങൾ വരാതിരിക്കുകയുമില്ല. എന്നാൽ ഒരു പ്രത്യേക ദിവസത്തെ വ്യക്തിയുടെ പ്രവർത്തനം എന്നത് ആ ദിവസത്തിൻ്റെ ആഹാരത്തിൻ്റെ മാത്രം സംഭാവനയാണെന്ന് വിചാരിക്കാൻ ആവും വിധവുമല്ല കാര്യങ്ങൾ. വ്യക്തി എന്ന ജീവിയുടെയും നിരവധി ജീവനുകളുടെയും സംഭരിതാവസ്ഥയുടെ ശേഷിയും സാമീപ്യവും സാഹചര്യങ്ങളും മറ്റ് നിർബന്ധങ്ങളും എല്ലാം സ്വാധീനിക്കുന്നിടത്ത് ആഹാരത്തിൽ നിക്ഷിപ്തമായ ഊർജ വിശേഷങ്ങളും അതിൻ്റേതായ രീതിയിൽ സ്വാധീനമായി വരുന്നു എന്ന് മാത്രം. ഒരേ തരത്തിലുള്ള ആഹാരം കഴിക്കുന്ന ഒന്നിലധികം വ്യക്തികളിൽ ഇത്തരത്തിൽ ബഹുമുഖമായ കാരണങ്ങൾ കൊണ്ട് സ്വഭാവ വ്യത്യസ്തതകൾ സംഭവിച്ച് വരികയും ചെയ്യുന്നു. സസ്യമെന്നും സസ്യേതരം എന്നുമുള്ള ഭക്ഷണങ്ങൾ കഴിപ്പിച്ചോ ശീലിച്ച ശേഷം അല്പമാത്രമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് സാധ്യമാക്കുന്ന സ്ഥിതിവിവര കണക്കുകൾക്ക് ജീവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കാനുള്ള ഭക്ഷണത്തിന്റെ ശേഷിയെ കണ്ടെത്താനാവാതെ പോകുന്നു. ജീവനെ സംബന്ധിച്ച് ഭക്ഷണം എന്നത് കേവലമായ പ്രവർത്തനോർജവും വിചാരം, സാഹചര്യം, അവസ്ഥ എന്നിങ്ങനെയൊക്കെ സൂക്ഷ്മതരമായ സ്വാധീനം കേവലമായ പ്രവർത്തന ഊർജത്തെക്കാൾ ശക്തവും ആയിരിക്കുന്നതുകൊണ്ട് ഭക്ഷണം ജീവികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ജനിമൃതികൾ കടന്നുപോകുന്ന ജീവൻ അനേകകാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വായത്തമാക്കിയിരിക്കുന്ന ശേഷിയും സ്വഭാവ വൈവിധ്യങ്ങളും സ്വാഭാവികമായി തന്നെ പ്രവർത്തനയോഗ്യതയായി പുറത്തുവരുന്നു എന്നത് പ്രാപഞ്ചികമായ തീർച്ചയാണ്. ഇവിധത്തിൽ നിലനിൽക്കുന്ന ദുർഗുണങ്ങളുടെ നിക്ഷിപ്തതയായ ഒരു ജീവന് സാത്വിക സ്വഭാവമുള്ള സസ്യഭക്ഷണം കൊടുത്തു എന്നതുകൊണ്ട് പ്രവർത്തനത്തിൽ സാത്വിക ഭാവം ദർശിക്കാൻ അത്ര എളുപ്പം സാധ്യമാകുന്നുവെന്ന് വരുന്നില്ല. മറിച്ച് സാത്വിക സ്വഭാവമുള്ള ജീവൻ ശാന്തതയും നന്മയുമുള്ള പ്രവർത്തന ഗുണം മുമ്പേ തന്നെ ആർജിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് മാംസഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അത്ര എളുപ്പം ക്രൗര്യമുള്ളതായി തീരുകയുമില്ല. യാഥാർത്ഥ്യം ഇവിധത്തിൽ ജീവനിൽ നിക്ഷിപ്തമായി ജന്മാന്തരങ്ങളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ സാത്വികം എന്ന് കരുതപ്പെടുന്ന സസ്യഭക്ഷണം കഴിക്കുന്ന ചിലരെയെങ്കിലും മാംസഭോജികളെക്കാൾ ക്രൂരതരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായി കാണാനുമാവുന്നു. ജീവനെ അറിയാത്ത പരീക്ഷണങ്ങളിലൂടെ ജനിപ്പിക്കുന്ന നിഗമനങ്ങൾക്ക് സ്വഭാവരൂപീകരണത്തിലുള്ള ഭക്ഷണത്തിന്റെ സ്വാധീനം തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ശരീരത്തിന് വേണ്ടുന്ന കേവലമായ പോഷകം എന്ന നിലയിലുള്ള ഭക്ഷണത്തെപ്പറ്റിയുള്ള നിഗമനങ്ങൾ ആഹാരം മനുഷ്യന്റെ സ്വഭാവരൂപീകരണത്തെ കാര്യമായി ബാധിക്കുന്ന ഒന്നല്ല എന്ന് പറയാൻ മിക്കപ്പോഴും ഇടവരുത്തുകയും ചെയ്യുന്നു. എന്നാൽ ബുദ്ധിയുടെ വികാസത്തിനും ആരോഗ്യത്തിനും ശക്തമായ പ്രവർത്തനങ്ങൾക്കും പോഷക ഗുണമുള്ള ആഹാരം കഴിക്കണം എന്ന കണ്ടെത്തൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പരക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ബുദ്ധിശക്തി എന്നത് കേവലമായ ശരീരബലത്തിന്റെ ഉൽപ്പന്നമോ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഭൗതികമായ പോഷകവിശേഷങ്ങളുടെ പരിണതാവസ്ഥയോ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് ആഹാരത്തിലൂടെ ജീവനിൽ നിക്ഷിപ്തമാവുന്ന ഊർജത്തിൽ വിചാരപരമായി സാധ്യമാക്കുന്ന സങ്കല്പം ലയിച്ചു ചേർന്ന് സംഭവിക്കുന്ന വ്യക്തതയാണ് ബുദ്ധിശക്തി. വിചാരപരമായ യോഗ്യതയുള്ള ബുദ്ധിശക്തി സാധ്യമാക്കുന്നതിന് തനതായ വിചാരങ്ങളും പ്രവർത്തന വൈഭവവും അധികമില്ലാത്ത സസ്യജന്യമായ ഊർജത്തെ ജീവനിലെത്തിച്ച് പരിവർത്തിതമാക്കുന്നതിലൂടെ എളുപ്പമാകുന്നു എന്ന് മനസ്സിലാക്കാനുമാവുന്നു.
ഭൗതികമായ അർത്ഥത്തിലുള്ള ആരോഗ്യമാകട്ടെ ശരീരത്തിൻ്റെ അപ്പപ്പോഴത്തെ അവസ്ഥ എന്നതല്ലാതെ ഉന്നതമായ മനോനിലയെ സൃഷ്ടിക്കുന്ന യാതൊന്നുമായി വരുന്നുമില്ല. പോഷകഗുണം എന്നതിനെ ആദിമുതലുള്ള ജീവപ്രവർത്തനങ്ങളെയും അത് നിമിത്തമുണ്ടാവുന്ന രൂപത്തെയും പോഷിപ്പിക്കുന്ന പ്രകൃതിയിൽ നിക്ഷിപ്തമായ കാരണോർജ അംശം എന്ന അർത്ഥത്തിലേ കാണാനാവുകയുള്ളൂ. ആഹാരത്തിലെ പോഷകങ്ങൾ പോഷിപ്പിക്കുന്നത് പ്രത്യക്ഷമായി ശരീരത്തെ ആണെന്നിരിക്കലും ആ ശരീരത്തിൻ്റെ പോഷണം എന്നത് കർമ്മത്തിൽ മനോനിലയെ ലയിപ്പിക്കുമ്പോൾ സൂക്ഷ്മമായ ജീവപ്രവർത്തനത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നതായി പരിവർത്തിതമാവുന്നു. ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ടും കാരണതരമായി സാധ്യമാക്കേണ്ടുന്ന ലക്ഷ്യങ്ങൾ കൊണ്ടും ജീവന്റെ മനുഷ്യാവസ്ഥയിലെ ഉന്നതാവസ്ഥയ്ക്ക് സസ്യജന്യ പോഷകങ്ങളെ ഉൾക്കൊള്ളുക അനിവാര്യതയായി സംഭവിച്ച് വരുന്നു. മറ്റു ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ കുറഞ്ഞിരിക്കുന്ന കായബലവും ഉയർന്ന ചിന്തകളും ആവശ്യങ്ങളും എന്ന അടിസ്ഥാന സ്വഭാവം കാണിക്കുന്നത് തന്നെ ആക്രമിച്ച് കീഴടക്കലിൻ്റെയും മാംസഭോജനത്തിൻ്റെയും യോഗ്യതയെ ആവുന്നില്ല. ആക്രമിച്ച് പിടിച്ച് മാംസം ഭക്ഷിക്കാനുള്ള കർമ്മഗതിയാണ് ഒരു ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന യോഗ്യതാവിശേഷമെങ്കിൽ തീർച്ചയായും ജീവന്റെ പ്രവർത്തനത്തിന്റെ പ്രാതിനിധ്യം എന്ന ശരീരം അതിനൊത്തവിധം രൂപം കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതുമാകാതിരിക്കാൻ തരമാവുന്നില്ല.